ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ വന്നിട്ടുള്ളത് ഒരു കിഡിലൻ സ്നാക്സുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുണ്ടാക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ശരിക്കും ഓംലേറ്റൊക്കെ ഇതുപോലെ ഉണ്ടാക്കാറില്ല, അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ആ ചീനച്ചട്ടിയിൽ തന്നെ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് ഒരു പൊട്ടാറ്റോ ചോപ്പ് ചെയ്തതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ക്യാരറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ക്യാരറ്റ് ഇതേപോലെ ചോപ്പ് ചെയ്തിട്ടുണ്ട്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണമെങ്കിൽ. സവാളയും ചെറുതാക്കി കട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ അതുപോലെ തന്നെ കട്ട് ചെയ്യണം കേട്ടോ. കനം കുറഞ്ഞിട്ടായിരിക്കണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇതാ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതൊന്ന് അടച്ച് കുറച്ച് നേരം ചെറിയ തീയിലിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോയും അതുപോലെ തന്നെ സവാളയും ക്യാരറ്റൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ടാവും. 2 മിനിറ്റും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടതാ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പാകത്തിനൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ടയിൽ ചേർത്തിട്ടുള്ളതാണ്, അപ്പോൾ ആവശ്യത്തിന് ഒരു ചെറിയൊരു ഉപ്പിൻ്റെ ആവശ്യം തന്നെ ഉള്ളൂ. മസാലയിൽ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല രീതിയിൽ വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് മല്ലിയില ഇട്ടതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഞാനിതവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അടിയൊന്നും പിടിക്കാതെ നോക്കണം. അപ്പോൾ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഫില്ലിങ്സാണ്. ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ മുട്ട കൂടുതൽ ആവശ്യമുള്ളവർക്കൊരു 2 മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. അതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് മൈദപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു കപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ 2 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഒരു വിസ്ക് ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൈ കൊണ്ട് തന്നെ ഞാനിതാ ഇവിടെ മിക്സ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം. നോർമൽ വെള്ളമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന അതേ രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുഴച്ചെടുത്തതിന് ശേഷം ഇനി ഇത് ചെറിയ ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ ഞാനിതിവിടെ കുഴച്ചതിന് ശേഷം ഉരുളകളാക്കി എടുക്കുന്നുണ്ട്.
ഞാനിവിടെ അളന്നിട്ടുള്ള 2 കപ്പിൻ്റെ മൈദയിൽ ഉരുളകൾ ഒരു 10 ഉരുളകളാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. 10 അല്ല 10-12 ഉരുളകളോളം ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഓരോന്ന് നമുക്കെടുത്ത് പരത്തണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം നല്ല വൃത്തിയിൽ കഴുകി തുടച്ചതിന് ശേഷം ഓരോ ഉരുളകൾ എടുത്തിട്ടുണ്ട്. കുറച്ച് മൈദ ഇട്ടതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കാം. സാധാരണ പത്തിരി പരത്തണം അതേ രീതിയിൽ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. കൂടുതൽ വലുതാക്കണ്ട, എന്നാൽ നല്ല ചെറുതുമല്ല, ഒരു മിതമായ വലുപ്പത്തിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഉണ്ടല്ലോ, അതൊരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഇതുപോലൊന്ന് നീളത്തിൽ വെച്ചെടുക്കാം. 2 സൈഡിലും കുറച്ച് സ്പേസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലൊന്ന് ചുരുട്ടിയെടുക്കണം. നന്നായി ചെറുതാക്കി ചുരുട്ടിയെടുക്കാൻ നോക്കണം. അപ്പോൾ ഞാൻ ചുരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ച് നീളത്തിലൊന്നിങ്ങനെ ഞാൻ ചെയ്യുന്ന അതേ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്കിത് ചുരുട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ അവിടെ ചുരുട്ടിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മേൽഭാഗം ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിക്കാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമത്തതും അതുപോലെ ചെയ്യുന്നുണ്ട്. ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഫില്ലിങ്സ് വെച്ച് കൊടുത്ത് ചെറുതായിട്ടൊന്നിങ്ങനെ മടക്കി കൊടുക്കാം. നിങ്ങൾക്കിത് കണ്ടിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ രണ്ടാമത്തതും ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ ചുരുട്ടി കൊടുത്താൽ മതിയാവും, പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ ഉള്ളിലത്തൊന്നും ഇങ്ങനെ പൊട്ടി വരുമൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ടിങ്ങനെ ചെറിയൊരു ഭാഗം കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴൊന്നും അത് പോവൊന്നുമില്ല, ശ്രദ്ധിക്കുക. ഞാൻ അങ്ങനെ ഇവിടെ മൂന്നാമതും ചെയ്തെടുത്ത് ബാക്കി ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വീഡിയോയിൽ കാണിക്കുന്നില്ല, അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം എന്ത് ചെയ്യാം, നമ്മളിത് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ മൂന്നാമത്തതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഇവിടെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. സാധാരണ പഴംപൊരിയൊക്കെ പൊരിക്കുന്ന പോലെ കൂടുതൽ ഓയിലൊന്നും ആവശ്യമില്ല, കുറച്ച് മതിയാവും കേട്ടോ. ഇതുപോലെ ഒന്ന് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഓരോന്നായിട്ട് നമ്മൾ ഇട്ടെടുക്കാം. അപ്പം ഞാനിതവിടെ ഒരു 4 എണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കഴിയും. ഇപ്പോൾ ശ്രദ്ധിക്കുക, കരിയാതൊക്കെ നോക്കട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീഡിയോ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.